രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ കാലമായി നിന്നിരുന്ന സംഘർഷം അതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഏതു തരത്തിലൊക്കെ ആയിരിക്കും ജനങ്ങളെ കൂടി ബാധിക്കുക? സാമ്പത്തികമായി വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം വാങ്ങാൻ പോലും ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകാൻ അത്രയും വലിയ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടായ ഒരു സ്ഥിതിയിലേക്ക് വെനസ്വേല എടുത്തെറിയപ്പെട്ട ഒരു സന്ദർഭം. കുറേയേറെ ആളുകൾ ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്തു. CIA നേതൃത്വത്തിൽ ഭരണകൂടത്തിനെതിരെ വലിയ വികാരങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ അജണ്ടകളും കഴിഞ്ഞ കുറേ വർഷക്കാലമായി വെനസ്വേലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനം, അതിലൊരു പകുതിയോളം ആളുകളെ അമേരിക്ക അവരുടെ സ്വന്തം പക്ഷത്ത് നിർത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം അല്ലാതിരുന്നാൽ തന്നെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുര നീങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു പുതിയ ജനാധിപത്യ രാജ്യം, ജനാധിപത്യ ക്രമം എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ആരെയെങ്കിലും അവിടെ അവരോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ നിലവിലുള്ള ഭരണക്രമം, ഇപ്പോൾ മധുരയെ മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റും മറ്റു മന്ത്രിമാരുണ്ട്. ഭരണക്രമവും അതേപോലെ തന്നെ സൈന്യവുമെല്ലാം ഉണ്ട്. സൈന്യത്തിൻ്റെ അധികാരങ്ങളെല്ലാം വളരെയേറെ വെട്ടിക്കുറക്കുന്ന തീരുമാനങ്ങളാണ് നിക്കോളാസ് മധുറോ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനത്തെ എങ്ങനെ ഒന്നായി ട്രംപ് മാറ്റിക്കളയും എന്നുള്ളത് കൗതുകമുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനസ്വേല. ആ എണ്ണ സമ്പത്തിനെ ഊറ്റിയെടുക്കാൻ വേണ്ടിയുള്ള സ്വാഭാവികമായിട്ടുള്ള തീരുമാനങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അമേരിക്ക അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്കും ഇതിൽ വലിയ ഞെട്ടൽ, ഇപ്പൊ ട്രംപിന്റെ ആ പ്രഖ്യാപനത്തിൽ വലിയ ഞെട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അല്ലെ? നിലവിലെ സാഹചര്യം അങ്ങനെയായതുകൊണ്ട് തീർച്ചയായും കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള അരങ്ങ് അമേരിക്ക ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കരീബിയൻ കടലിൽ വെനസ്വേലയുടെ ബോട്ടുകളെയും അതേപോലെ തന്നെ കപ്പലുകളെയും ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്ന് എണ്ണ കൊണ്ടുപോകുന്നത് വൻതോതിൽ തടയുന്നുണ്ട്. റഷ്യയും ചൈനയും ഇറാനുമാണ് വെനസ്വേലയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ പലതരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ അവിടെ നിന്നുള്ള എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് വെനസ്വേലയിൽ നിന്ന് കപ്പൽ പോകുന്നു, ഇടയിൽ വെച്ചുകൊണ്ട് ഇറാൻ്റെയോ അല്ലെങ്കിൽ റഷ്യയുടെയോ കപ്പലിലേക്ക് അത് മാറ്റുന്നു, അവിടെ ഫ്ലാഗ് മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയായിരുന്നു ചെറിയ തോതിലെങ്കിലും വെനസ്വേലയെ സഹായിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഈ രാജ്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനെത്തുമോ? നമ്മൾ എവിടെയും അമേരിക്കയുടെ അധിനിവേശം നടന്ന ഒരു രാജ്യത്തും പ്രത്യക്ഷമായി ചൈനയോ റഷ്യയോ ഒന്നും സഹായിക്കാനെത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും റഷ്യയുടെയും ചൈനയുടെയും അടുത്തുള്ള പശ്ചിമേഷ്യയിൽ പോലും. ഇത് അങ്ങ് ദൂരെ അമേരിക്കയുടെ മൂക്കിന് താഴെയുള്ള രാജ്യത്ത് ഇത്തരമൊരു അട്ടിമറി നടക്കാൻ പോകുമ്പോൾ റഷ്യയും അമേരിക്കയും ഇറാനും ഒന്നും അവിടേക്ക് സഹായത്തിനെത്തുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്ന് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള സ്വന്തം താല്പര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിഷ്പ്രയാസം ഒരു ഭരണ മാറ്റം ഉണ്ടാകാൻ സാധിക്കുമോ? ഇപ്പോൾ കഴിഞ്ഞ തവണ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് മച്ചാഡോ, ഈ പ്രതിപക്ഷ നേതാവായി അവിടെയുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് നിഷ്കാസിതയായിട്ടുള്ള വ്യക്തിയാണ്. അവർ ഇപ്പോൾ പുറത്താണ് ഒളിവ് ജീവിതം നയിക്കുന്നത്. അവരെ ഇങ്ങോട്ട് അവരോധിക്കാനും പുതിയ പ്രസിഡന്റായി നിയമിക്കാനും ഒക്കെയുള്ള സാധ്യത പലരും കാണുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങൾ സ്വാഭാവികമായും ഇനി വെനസ്വേലയെ കാത്തിരിക്കുകയാണ്.